സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പാട്ടുവിശേഷത്തിന്റെ ഒരു പുതിയ പതിപ്പിലേക്ക് ഇന്ന് നമ്മൾ ഓർക്കുന്നത് SP വെങ്കടേഷിനെയാണ്. ആ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു വളരെ പ്രസിദ്ധനായ ഒരു സംഗീത സംവിധായകനായിരുന്നു. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ സംഗീതരാജൻ എന്നാണ്. തെന്നിന്ത്യൻ സംഗീത സംവിധായകൻ, സംഗീതരാജൻ എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. 1985 2000 കാലയളവിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിൽ അദ്ദേഹം സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റുകളായിരുന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹം 1955 തമിഴ്നാട്ടിലാണ് ജനിച്ചത്. പിതാവ് പളനി മാൻഡലിൻ വാദകനായിരുന്നു. പിതാവിന്റെ ശിക്ഷണത്തിൽ 3 വയസ്സ് മുതൽക്കേ തന്നെ അദ്ദേഹം മാൻഡലിൻ വായിക്കാൻ തുടങ്ങി. പിന്നെ ഗിത്താറ്, ബഞ്ചോ ഇങ്ങനെ കഴിവ് തെളിയിച്ചു. അതിനുശേഷം ആദ്യ കാലഘട്ടത്തിൽ തന്നെ രവീന്ദ്രൻ, A.T. ഉമ്മർ തുടങ്ങിയ സംഗീത സഹായികളായിട്ട് പ്രവർത്തിച്ചു. 1968 മുതൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം അങ്ങനെ നിരവധി ചിത്രങ്ങളിൽ ഓർക്കസ്ട്രയിൽ SPV ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഓർക്കസ്ട്രേഷനിൽ അദ്ദേഹത്തിന്റെ കഴിവ് വളരെ പ്രത്യേകതയുള്ളതാണ് എന്ന് എടുത്തു പറയുന്നു. കണ്ണൂർ രാജൻ, ദേവരാജൻ മാസ്റ്റർ, ബാബുരാജ്, MK അർജുനൻ മാസ്റ്റർ, കൃഷ്ണമൂർത്തി സ്വാമികൾ, രാഘവൻ മാസ്റ്റർ എന്നിവർക്കൊപ്പമൊക്കെ അദ്ദേഹം വളരെ കൃത്യതയോടെ ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. 1986 സത്യനന്ദഗാഡ് സംവിധാനം ചെയ്ത TP ബാലഗോപാലൻ MA എന്ന സിനിമയിൽ A.T. ഉമ്മറിന്റെ അസിസ്റ്റന്റായി പ്രവർത്തിച്ച് ആ സിനിമയിൽ പശ്ചാത്തല സംഗീതമൊരുക്കി. പിന്നീട് മലയാള സിനിമയിൽ ഒരു സ്വതന്ത്ര സംവിധായകനായി മാറി. 1986 തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിന്റെ മകൻ എന്ന സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതവും നൽകിക്കൊണ്ട് മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ തുടക്കം ആരംഭിച്ചു. ഇന്ദ്രജാലം, പൈതൃകം, തുടർക്കഥ, വാത്സല്യം, ജോണി വാക്കർ, കിലുക്കം, ഹിറ്റ്ലർ, സോപാനം ഇങ്ങനെ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ഗാനങ്ങൾ ഒരുക്കിയത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ അപ്പു, മഹായാനം, ദേവാസുരം, ഈ പാട്ടുകളെല്ലാം നമ്മുടെ മനസ്സിലൂടെ മിന്നി മറയുന്ന പാട്ടുകളാണ്. ഇതിന്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ സംഗീത സംവിധാനം പ്രിയപ്പെട്ട വെങ്കടേഷ് ആയിരുന്നു എന്നുള്ളതാണ്. 1986 രാജാവിന്റെ മകൻ തുടങ്ങി വളരെയധികം സിനിമകൾ, ധ്രുവം, ഗാന്ധർവം, പൈതൃകം, സരോവരം, സൗഭാഗ്യം, വാത്സല്യം, കാബുളിവാല, സോപാനം, ഭാര്യ, ഭീഷ്മാചാര്യ, മിന്നാരം, സൈന്യം, ഹൈവേ, മാന്ത്രികം എന്നിങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഫടികം, ഹിറ്റ്ലർ, സ്വപ്നലോകത്തെ ബാലഭാസ്കർ, സൂപ്പർമാൻ, മാസ്മരം, ഒന്നാമൻ എന്നിങ്ങനെ അനേകം സിനിമകൾ പാട്ടുകൾ സംവിധാനം ചെയ്തു. അതുപോലെ അനേകം സിനിമകൾക്ക് പശ്ചാത്തല സംഗീതം നിർവഹിച്ചു. അങ്ങനെ വളരെ പ്രസിദ്ധനായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മളിന്ന് സ്മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ ഹൃദയത്തിന് ചേർത്ത് വയ്ക്കാം, ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യും. സോ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് SP വെങ്കടേഷ് എന്ന് പറയുന്ന മൂല്യ വ്യക്തിയെ കുറിച്ച് ഓർക്കാൻ നമ്മളൊപ്പം മനോജ് സാറുണ്ട്. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തു. അതോടൊപ്പം മനോജ് സാറിനെ. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. SP വെങ്കടേഷ് എന്ന മഹാനായ സംഗീത സംവിധായകനെ കുറിച്ച് സാറ് പറയാനുള്ള ഡീറ്റെയിൽസ് എല്ലാം സാറ് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഈ പറഞ്ഞ സിനിമകളുടെ പേര് കേട്ടാൽ മാത്രം മതി ആ സിനിമയും നല്ലതായിരുന്നു. അതോടൊപ്പം തന്നെ ആ സിനിമയെ സംഗീതത്തിലൂടെയും ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത മഹാനായ ഒരു സംഗീത സംവിധായകൻ തന്നെയായിരുന്നു SP വെങ്കടേഷ്. സാബു സാർ ഇവിടെ സൂചിപ്പിച്ച മാതിരി അദ്ദേഹം അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടർ ആവുന്നതിന് മുന്നേ അദ്ദേഹം മ്യൂസീഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് തന്നെ മാൻഡലിൻ എന്ന് പറഞ്ഞ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. മാൻഡലിൻ വായിക്കാൻ വളരെ സാമർഥ്യം വേണം, മ്യൂസിക്കലി അത്ര നോളജ് വേണം, വായിക്കാനും പ്രയാസമാണ്. അപ്പം അത് വായിച്ച് അദ്ദേഹം ചെറിയ പ്രായത്തിലെ ഈ റെക്കോർഡിങ്ങിന്, അദ്ദേഹത്തിൻ്റെ ഫാദറും ഈ റെക്കോർഡിങ്ങിന് ഒക്കെ വായിക്കുന്ന ആളായിരുന്നു. സിനിമ മ്യൂസിക്കിന് വേണ്ടി വായിക്കുന്ന, മാൻഡലിൻ വായിക്കുകയും ഗിറ്റാറൊക്കെ വായിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പിതാവ്. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ കൂടെ ചെറുപ്രായത്തിലെ പോയി അങ്ങനെയാണ് ഇദ്ദേഹവും ഇതിൽ വൈദഗ്ധ്യം നേടിയതിന് ശേഷം വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ അധികം കോഴ്സുകൾക്കൊക്കെ ഈ ഫാദർ ഇദ്ദേഹത്തെ തന്നെ വിടുകയും ഓർക്കസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള കോഴ്സുകൾ പോലും
ഇദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹം തുടങ്ങിയത് ഒരു മ്യൂസീഷ്യനായിട്ട് തന്നെയാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, അതായത് സൗത്ത് ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രിയിലെല്ലാം ചെന്നൈയിലായിരുന്നു പണ്ട് റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നത്. പാട്ട് അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ പോലും പണ്ടുണ്ടായിരുന്നത് ദേവരാജൻ മാഷും ദക്ഷിണാമൂർത്തിയും സാറും അർജുന മാഷും ഒക്കെ ചെന്നൈ ബേസ്ഡ് ആയിരുന്നു. അന്നൊക്കെ റെക്കോർഡിംഗ് സ്റ്റുഡിയോകൾ ചെന്നൈയിലേ ഉള്ളൂ. ഇപ്പോഴാണ് കേരളത്തിൽ എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഒക്കെ ധാരാളം ഡിജിറ്റൽ സ്റ്റുഡിയോകളടക്കം വളരെ സംവിധാനങ്ങളുള്ള സ്റ്റുഡിയോകൾ കുറച്ചു കാലമേ ഉള്ളൂ കേരളത്തിൽ വന്നിട്ടുള്ളൂ. അപ്പം ഇദ്ദേഹം അവിടെ എല്ലാ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലെ മ്യൂസിക് പ്ലേ ചെയ്യുക, അവിടെയുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും കൂടെ അസിസ്റ്റ് ചെയ്താണ് SP വെങ്കടേഷ് എന്ന് പറഞ്ഞ സംഗീത സംവിധായകനുണ്ട്. അത് കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈൽ തന്നെയുണ്ട്. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന അവിടെ നിന്നൊക്കെയുള്ള നല്ല അംശങ്ങൾ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നുള്ള അസിസ്റ്റ് ചെയ്താണ് ഈ മ്യൂസിക് ഡയറക്ടർ ആവുന്നത്. അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടർ പിന്നീട് സ്വതന്ത്ര സംഗീത സംവിധായകനാകുകയും. അപ്പോൾ പഠിക്കാൻ പറ്റിയത് ഇപ്പം സാബു സാറ് പറഞ്ഞ മാതിരി തന്നെ ദേവരായ മാഷുടെയും ദക്ഷിണാമൂർത്തി സ്വാമികളുടെ കൂടെയൊക്കെ അസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ അവരുടെയും അസിസ്റ്റന്റുമാരുടെയും നോളജ് ഇങ്ങനെ കൂടുകയാണ്. അങ്ങനെയാണ് ഇദ്ദേഹവും ഒക്കെ ഫേമസ് ആയത്. ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. SP വെങ്കടേഷിൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ നമ്മൾക്ക് ഒരു പ്രാവശ്യം അദ്ദേഹമാണ് ആ മ്യൂസിക് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാട്ട് കേട്ടുമ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് SP വെങ്കടേഷാണ് ഇതിൻ്റെ സംഗീതം എന്ന് തോന്നുന്നു. ഇളയരാജയുടെ പാട്ടുകൾക്ക് അങ്ങനത്തെ പ്രത്യേകതയുണ്ട്. അങ്ങനെ വളരെ ദേവരായ മാഷയുടെ പാട്ട് കേട്ടാൽ പാട്ടിനെ കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ അറിയും ഈ പാട്ട് കമ്പോസ് ചെയ്തത് ദേവരായ മാഷ് തന്നെയാണ്. അവരുടെ സ്റ്റൈൽ എപ്പോഴും അതുണ്ടാവും. പാട്ടുകളൊക്കെ വ്യത്യസ്തമാണെങ്കിലും അവരുടേതായ ഒരു സ്വതസിദ്ധമായ സ്റ്റൈലിൽ കൂടി മാത്രമേ പാട്ട് ചെയ്യുകയുള്ളൂ. ഇപ്പം അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉള്ള സംഗീത സംവിധായകർ ഒരുപാട് പ്രസിദ്ധരും നല്ല കഴിവുള്ള സംഗീത സംവിധായകരൊക്കെ മലയാളത്തിലുണ്ട്. പക്ഷേ ഈ ഐഡൻറ്റിറ്റി ഇല്ല ശരിക്കും പറയാം. അത് പണ്ടുള്ളവർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് സംഗീതത്തിൻ്റെ ഒരു ഗുണം. അത് തന്നെയാണ്. അങ്ങനെ ആണ് SP വെങ്കടേഷിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകൾക്ക് ജീവൻ നൽകിയ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്യുന്നത് ഇവരെ പോലുള്ള ആൾക്കാർ. അങ്ങനെയാണ് സിനിമയിൽ കൂടി നമ്മൾ കാണുന്ന ഹീറോസൊക്കെ അവർക്ക് വേണ്ടി ടാഗ് മ്യൂസിക് തന്നെ ഉണ്ടാകും. പല പഴയകാല സിനിമയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ കാണിക്കുമ്പോൾ തന്നെ ഒരു മ്യൂസിക് ഉണ്ടാവും. അതാണ് അവരുടെ പ്രൊജക്ഷൻ. അപ്പോൾ അത് കഥയുമായിട്ട് വളരെയധികം ബന്ധമുണ്ടാവും. ആ മ്യൂസിക്കിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ചില സിനിമകളുടെ പ്രത്യേകത അറിയാം. അങ്ങനെ ഒരുപാട് പറയാൻ തീരത്തില്ല. അതുപോലെ കൃത്യമുള്ള ആരായിരുന്നു SP വെങ്കടേഷ്. ഏറ്റവും സൗമ്യനായിരുന്നു. സംഗീതത്തിന് വേണ്ടി രാപ്പകൽ അദ്ദേഹം ഇരിക്കുമായിരുന്നു. രാത്രിയിൽ റെക്കോർഡ് ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെയാണ് റഹ്മാനെ പോലൊക്കെ അദ്ദേഹം രാത്രി കാലങ്ങളിൽ ഒരുപാട് റെക്കോർഡിങ് ചെയ്യുന്നത്. അപ്പോഴാണ് സംഗീതം പാട്ടുകാരുടെയൊക്കെ ശരിക്കും വോയിസ് കിട്ടുക എന്നൊക്കെ ഇദ്ദേഹവും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇന്നൊരു ട്രിബ്യൂട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. SP വെങ്കടേഷിനെ പോലെ ഇത്ര മഹാനായ ഒരു കലാകാരൻ്റെ ഒരു ചെറിയ ട്രിബ്യൂട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ സാബു സാറിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം നമ്മളെ കാലയവനികളിലൊക്കെ മറഞ്ഞു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ അദ്ദേഹം ചെയ്തു വെച്ച അനേകം പാട്ടുകളിലൂടെ അദ്ദേഹത്തിൽ നിന്ന് ഓർക്കുക മാത്രമാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. അതിനുശേഷം പാട്ടുകളിലേക്ക് പോകാം. അപ്പോൾ താങ്ക് യു സാബു സാർ വൺസ് അഗെയിൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്നത്തെ ഈ ദിവസം പാട്ട് വിശേഷത്തിൽ കൂടി ചെയ്തതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ സാബു സാറിനും. അതോടൊപ്പം ഈ ട്രിബ്യൂട്ട് നമ്മുടെ എല്ലാവരുടെയും പേരിൽ മാറ്റിനി ഫ്രീ വെബിനാറിൻ്റെ പേരിലും ഇവിടെ ഇരിക്കുന്ന എല്ലാ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും പേരിലും ഈ ട്രിബ്യൂട്ട് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. കുഞ്ഞിക്കിളിയേ കൂടെവിടെ കുഞ്ഞോമന നിൻ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ഊട്ടിപ്പട്ടണം. നീയുറങ്ങിയോ നിലാവേ മഴ നിലാവേ ഓർമ്മകൾ ഓടക്കുഴൽ
മലയാള സിനിമയുടെ സംഗീത ലോകത്ത് ഒരിക്കലും മാഞ്ഞുപോകാത്തൊരു മഹാനാമമായിരുന്നു SP വെങ്കടേഷ്. 2026 ഫെബ്രുവരി 3 അദ്ദേഹം നമ്മെ വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ സംഗീതം എന്നും എന്നേക്കും ജീവിക്കും. ഇന്ന് അദ്ദേഹത്തിന്റെ സംഗീത യാത്രയെ സ്മരിച്ച് മാറ്റ്നി ഫ്രീ വെബിനാർ ഈ ട്രിബ്യൂട്ടിലൂടെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സംഗീതരാജൻ എന്നും അറിയപ്പെട്ടിരുന്ന SP വെങ്കടേഷ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ളതും സമർത്ഥനുമായ സംഗീത സംവിധായകരിൽ ഒരാളായിരുന്നു. 4 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ കരിയർ 1980കളുടെ അവസാനത്തിൽ തുടങ്ങി മലയാള സിനിമകളുടെ ശബ്ദരേഖയെ പുനർനിർവചിക്കുക മാത്രമല്ല, വിശാലമായ ദക്ഷിണേന്ത്യൻ സംഗീത വ്യവസായത്തിൽ മായാത്ത മുഖമുദ്ര തന്നെ പതിപ്പിക്കുകയായിരുന്നു. 1985 ജനകീയ കോടതി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാളത്തിൽ സ്വതന്ത്ര സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. എന്നാൽ 1986 തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് ഡെന്നിസ് ജോസഫ് തിരക്കഥ എഴുതിയ രാജാവിന്റെ മകൻ എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വഴിത്തിരിവ്. ഈ ചിത്രത്തിലെ വിണ്ണിലെ ഗന്ധർവ ഗായകൻ എന്ന ഗാനം ഒരു സെൻസേഷനായി മാറുകയും മലയാള ചലച്ചിത്ര സംഗീതത്തിലെ പുതിയ ശബ്ദമായി വെങ്കടേഷിനെ സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഈണങ്ങൾ, വേറിട്ട ഓർക്കസ്ട്രൈസേഷൻ, ശക്തമായ പശ്ചാത്തല സംഗീതം എല്ലാം മലയാളികൾ അന്നേ വരെ കേൾക്കാത്ത ശൈലിയിലൂടെ മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടത്തെയാണ് രൂപപ്പെടുത്തിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയിൽ കൂടി മാത്രം 153 ഗാനങ്ങൾക്കാണ് SP വെങ്കടേഷ് ഏറ്റവും അവിസ്മരണീയമായ സംഗീത സംവിധാനം നിർവഹിച്ചത്. സ്നേഹത്തിന്റെ മാധുര്യം, വേദനയുടെ ആഴം എല്ലാം അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ ജീവിച്ചു നിന്നു. അദ്ദേഹം നൽകിയ ഗാനങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും മുഴങ്ങുന്നു. കിലുക്കം എന്ന ചിത്രത്തിലെ കിലുകിൽ പമ്പരം എന്ന മനോഹരമായ ആ ഒരൊറ്റ ഗാനം മാത്രം മതി SP വെങ്കടേഷ് എന്ന സംഗീത പ്രതിഭയെ അറിയാൻ. സ്ഫടികം, കമ്മീഷണർ, ആറാം തമ്പുരാൻ, നരസിംഹം, രാവണപ്രഭു, കിലുക്കം, മിന്നാരം, കാബുളിവാല, ധ്രുവം, ലേലം, പൈതൃകം ഇവയെല്ലാം മലയാള സിനിമയുടെ സംഗീത ചരിത്രത്തിൽ ഓർമ്മിക്കുന്ന അധ്യായങ്ങളായി. SP വെങ്കടേഷ് പശ്ചാത്തല സംഗീതം നൽകി മലയാള സിനിമയിലെ നിരവധി ആക്ഷൻ ചിത്രങ്ങൾക്കാണ് പുതിയൊരു മുഖഛായ നൽകി. മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊക്കെ ശക്തമായ കഥാപാത്രങ്ങളുടെ ത്രസിപ്പിക്കുന്ന നിമിഷങ്ങൾ ജനിപ്പിച്ചത്. പല പ്രമുഖ സംവിധായകരുമായും ഗാനരചയിതാക്കളുമായും ഗായകരുമായും അദ്ദേഹം ചേർന്ന് സൃഷ്ടിച്ച അമരഗാനങ്ങൾ ഇന്നും നമ്മുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു. SP വെങ്കടേഷ് എന്ന സംഗീത സംവിധായകൻ മലയാള സിനിമയുടെ സംഗീത ചരിത്രത്തിൽ ഒരിക്കലും മാഞ്ഞുപോകാത്ത ഒരു മഹാനാമമായി നിലനിൽക്കും. അദ്ദേഹത്തിന്റെ സംഗീതം ഒരു തലമുറയുടെ ജീവിതാനുഭവമായി നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും എന്നേക്കും മുഴങ്ങിക്കേൾക്കും. സൗണ്ട് വരുന്നില്ല സാർ. മനോജ് സാറിന്റെ സൗണ്ട് വരുന്നില്ല. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു സാർ നമ്മൾ അദ്ദേഹത്തിന് നൽകിയ ഒരു ട്രിബ്യൂട്ട്. ഇനി മറ്റേ ആർക്കെങ്കിലും SP വെങ്കടേഷിനെ കുറിച്ച് ഓർക്കാനോ അദ്ദേഹത്തെ കുറിച്ച് 2 വാക്കുകൾ പറയാനോ പറയാം തീർച്ചയായും. സാർ. താങ്ക് യു സാർ. താങ്ക് യു. തീർച്ചയായിട്ടും മനോജ് സാറ് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനേകം ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ പറയാം കേട്ടോ. അതിനുശേഷം അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ നമുക്ക് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുകയും ചെയ്യും. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാം. രാജ് സാർ പറഞ്ഞു. SP വെങ്കടേഷിന്റെ പാട്ടുകൾ, ആ പാട്ടുകളുടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ചില അതുല്യ നിമിഷങ്ങൾ, പ്രത്യേകിച്ച് കിലുക്കം എന്നൊക്കെ പറഞ്ഞ സിനിമ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ അല്ലേ എന്തോരം ഇൻസിഡൻസ് ആണ്. രാജ് സാർ പറയും. സാർ പറയുന്നുണ്ടോ? കേൾക്കുന്നില്ലല്ലോ, സൗണ്ട് വരുന്നില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഓക്കെ, പാട്ടേക്ക് പോവാം. ആ പറയും. സാർ പറയുന്ന കേൾക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോവാം. ആദ്യത്തെ പാട്ട്, ഈ പാട്ട് ഒരുപക്ഷെ ആരും കേൾക്കാത്ത പറ്റില്ലായിരിക്കും അല്ലേ. ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് ഒരു താരാട്ട് പാട്ടിലൂടെ നമുക്കങ്ങ് പോകാം.
SP വെങ്കടേഷിന്റെ കൈതപ്രം, എസ് ചിത്ര, വാത്സല്യം എന്ന മനോഹരമായ സിനിമയുടെ വരികളാണ്. ആരാണിതെന്ന് തുടങ്ങുന്നത്? ബീനാമ സാർ പാടാം. പാടി. താമര കണ്ണനുറങ്ങീണം, കണ്ണും പൂട്ടിയുറങ്ങീണം. താമര കണ്ണനുറങ്ങീണം, കണ്ണും പൂട്ടിയുറങ്ങീണം. അച്ഛനെ പോലെ വളരീണം, അമ്മയ്ക്ക് തണലായി മാറീണം. അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പനി കയ്യിലെടുക്കേണം. താമര കണ്ണനുറങ്ങീണം, കണ്ണും പൂട്ടിയുറങ്ങീണം. വീണുയർന്നു വളരണം, കണ്ണു രണ്ടും തെളിയണം. പൂവിരിഞ്ഞ വഴികളിൽ മുള്ളു കണ്ടു നീങ്ങണം. ഉവാവു മാറുവാൻ നാമം ജപിക്കണം, നല്ലവനാകേണം. താമര കണ്ണനുറങ്ങീണം, കണ്ണും പൂട്ടിയുറങ്ങീണം. താങ്ക് യു സർ. സാബു സാറേ, ഈ സിനിമയെക്കുറിച്ച് ആണ് പറയേണ്ടത്. ശരിക്കും വാത്സല്യം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു മമ്മൂട്ടി അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു അല്ലെ വാത്സല്യം. ഇതിന്റെ കൊച്ചിൻ ഹനീഫ തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത അതിമനോഹരമായ ഒരു സിനിമ തന്നെയായിരുന്നു. ഒരുപക്ഷെ ഈ സിനിമ കണ്ടിട്ട് എന്താണ് കണ്ണുനീർ കരയാത്തവർ ഉണ്ട്. അത് ഈ സിനിമയൊക്കെ മുതലാണ് അങ്ങനെ മനുഷ്യനെ പിടിച്ചിരുത്തുന്ന സിനിമകൾ. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ആ സിനിമയുടെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വളരെ ഒരു ദുഃഖത്തിന്റെ ആ സാന്ദ്രതയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലാണ് ഇദ്ദേഹം ഇതിന്റെ മ്യൂസിക് ഒക്കെ ചെയ്തത്. പ്രത്യേകിച്ച് ആ സിനിമ കാണുമ്പോൾ തന്നെ ആ ഒരു ഫീലിലാണ് ഈ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴുവൻ ചെയ്തത്. നല്ല പാട്ടുകൾ വരെ ഇതിനകത്തെ ഈ പാട്ട് തന്നെ, ഇതൊക്കെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് തന്നെ വളരെ എന്താണ്, നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു വിഷമം നമുക്ക് തോന്നും. മമ്മൂട്ടിയുടെ റോളും ഒക്കെ വളരെ അധികമാനമായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പടം യെസ്, ആരാണ് പാടുന്നത്? സാബു സാർ, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. പിന്നെ തീർച്ചയായും എല്ലാവർക്കും പാടാം. ഞാൻ പാടുന്നത് ഈ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മാസം ONV കുറിപ്പ് മരിച്ചിട്ട് 10 വർഷമാകുകയാണ്. ഫെബ്രുവരി 13-ാം തീയതി 2016. അപ്പം ONV കുറിപ്പ് രചിച്ച് SP വെങ്കടേഷ് സംവിധാനം ചെയ്ത ഒരു ഗാനം ആണ് ഞാൻ പാടാൻ ശ്രമിക്കുന്നത്. നാടോടി എന്ന ചിത്രത്തിലെ ദൂരെ 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 പാടും മാനം പാടി. അപ്പൊ അങ്ങനെ ONV കുറിപ്പിനും SP വെങ്കടേഷിനും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു ഗാനം അദ്ദേഹത്തിന് വേണ്ടി രണ്ടുപേരുടെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പാടുകയാണ്. ദൂരെ 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 പാടും വാനം പാടി, പോരു പോരു കാടും നിങ്ങൾ കേൾക്കുന്നില്ലേ? പാടി പാടി പോകുമ്പോ വാനം പാടി, താഴെ 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 കാട്ടിൽ കൂടുന്നില്ലേ? എന്തേ തുമ്പി തുള്ളാൻ എന്തേ പോരാത്തു? അന്തിച്ചൊപ്പിൽ പൊന്നും മിന്നും പോരാഞ്ഞോ? മേലെ കാവിൽ കാറ്റിൻ താളം പോരാഞ്ഞോ? വേലേം പൂരം കാണാൻ ഞാനും പോരാഞ്ഞോ? കൊടിയേറി കോവിൽ മുറ്റത്തെ വാഗപ്പൂ കൊമ്പിന്മേൽ, ദൂരെ 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 പാടും വാനം പാടി, പോരു പോരു കാടിൻ തേങ്ങൾ കേൾക്കുന്നില്ലേ? പാലരുവി നിൻ പാദസരങ്ങൾ പാടുമ്പോൾ, പാൽനുര ചിന്നി പൂമണി ചിന്നിയാടുമ്പോൾ, പൂക്കളമിട്ടേ പൂക്കളെ തുള്ളുന്നാരോ? ഈ കളി വിട്ട് വട്ടത്തിത്തി നേരം ഇരുന്നോട്ടെ, ഒരു വിളം പൂവിൻ കവിളിൽ മെല്ലെ തഴുകി പാടട്ടെ. മലയുടെ തിരുമുടി ഒഴുകുടി നിറകതിൽ മലരുകൾ അണിയുകയായി, ഇനി ഈ നീലാകാശം നീളെ നിറയട്ടെ നിൻഗാനം. താഴെ
ദൂരെ 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 പാടും വാനം പാടി പോരു പോരു കാടിൻ തെങ്ങൾ കേൾക്കുന്നില്ലേ പാടി 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 പോകും വാനം പാടി താഴെ 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 കാട്ടിൽ കൂടുന്നില്ലേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും ശ്രമിക്കാം സാറേ. സന്തോഷം. ആ, രമാതി മാം പഠിക്കും. നീ മറന്നു പോകിലും ഏറെ ദൂരയാകിലും എൻ്റെ ഉള്ളിനുള്ളിൽ നീ പിഞ്ചു പൈതലാവണം. ആയിരം തിങ്കളെ കണ്ടു ചിരിച്ചു നീ നാൾ വാഴേണം. താമരക്കണ്ണനുറങ്ങീണം, കണ്ണും പൂട്ടിയുറങ്ങേണം. അച്ഛനെ പോലെ വളരേണം, അമ്മയ്ക്ക് തണലായി മാറേണം. അമ്പിളി മാമന്റെ കൊമ്പില്ല കമ്പനെ കയ്യിലെടുക്കേണം. താമരക്കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. താങ്ക് യു സർ. യെസ്, വേറെ ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ പാടാം. ഓമന മാം, ദീപ മാം, ആരെങ്കിലും? രമാദേവി മാം? എനിക്ക് അത്ര അറിയില്ല, എന്തെങ്കിലും ശ്രമിക്കാം സാറേ. യെസ്, ഓക്കെ. മ്യൂട്ടായി പോലോ. താമര കണ്ണേനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. അച്ഛനെ പോലെ വളരേണം, അമ്മയ്ക്ക് തണലായി മാറേണം. അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പനെ കയ്യിലെടുക്കേണം. താമര കണ്ണേനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. താങ്ക് യു സർ. ഞാൻ 4 വരി പാടാം. എനിക്ക് പഠിക്കും. കണ്ണ് തുറന്നു. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. അച്ഛനെ പോലെ വളരേണം, അമ്മയ്ക്കു തണലായി മാറേണം. അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പനെ കയ്യിലെടുക്കേണം. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. താങ്ക് യു സർ. ഓക്കെ, ഓമന മാം ഓമന മാം അൺമ്യൂട്ട് ചെയ്തു. പാടാ സാർ, ഒരു 4 വരി ഞാനിടാ. പാടും. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. അച്ഛനെ പോലെ വളരേണം, അമ്മയ്ക്ക് തണലായി മാറേണം. അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പനെ കയ്യിലെടുക്കേണം. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. വീണുയർന്നു വളരണം, കണ്ണു തെളിയണം. പൂവിരിഞ്ഞ വഴികൾ കണ്ണു നീങ്ങണം. നല്ലവനാകേണം, താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. താങ്ക് യു സാർ. അറിയാവുന്നു. ഇനി വേറെ ആർക്കെങ്കിലും പാടാൻ? താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അടുത്ത പാട്ട് കുഞ്ഞിക്കിളിയെ കൂടെവിടെ എന്നുള്ള ഇന്ദ്രജാലം എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടൊരു സോങ് ആണ്. ആരാണ് പാടുന്നത്?
കുഞ്ഞിക്കിളിയേ കൂടെവിടെ, കുഞ്ഞോമനനിൻ കൂടെവിടെ, എൻ്റെ കൂട്ടിൽ നീ പോരാമോ, എന്നോടൊത്ത് നീ പാടാമോ, പാടത്തെ പൂനുള്ളാൻ മാനത്തെ ചൂടേൽക്കാൻ കുഞ്ഞിക്കിളിയേ. ഓക്കെ, ആരെങ്കിലും പാടും? ആരുമില്ല? സാറേ ഒന്ന് ശ്രമിച്ചു ഞാൻ നോക്കാം. ആ, കുഞ്ഞിക്കിളിയേ കൂടെവിടെ, കുഞ്ഞാമനനിൻ കൂടെവിടെ, എൻ്റെ കൂട്ടിൽ നീ പോരാമോ, എന്നോടൊത്ത് നീ പാടാമോ, പാടത്തെ പൂനുള്ളാൻ മാറത്തെ ചൂടേൽക്കാൻ കുഞ്ഞിക്കിളിയേ കൂടെവിടെ, കുഞ്ഞാമനനിൻ കൂടെവിടെ, ആനക്കെടുപ്പതും പൊന്നും കൊണ്ടേ, ആമാടപ്പെട്ടിയുമേറ്റിക്കൊണ്ടേ, ആനക്കെടുപ്പതും പൊന്നും കൊണ്ടേ, ആമാടപ്പെട്ടിയുമേറ്റിക്കൊണ്ടേ, ആശയോടെ വന്നവൾ ഞാൻ, പാദസരങ്ങൾ അണിഞ്ഞ കിനാവ് പോരൂ നീ, കുഞ്ഞിക്കിളിയേ കൂടെവിടെ, കുഞ്ഞാമനതിൻ കൂടെവിടെ, എൻ്റെ കൂട്ടിൽ നീ പോരാമോ. സൗണ്ട് പോയി സാറേ, സോറി. യെസ്, ഇനി ആരാണ് പാടുന്നത്? പാടട്ടെ സാർ. ആ, സ്നേഹതമാണ്. യെസ്. കുഞ്ഞിക്കിളിയേ കൂടെവിടെ, കുഞ്ഞോമനനിൻ കൂടെവിടെ, എൻ്റെ കൂട്ടിൽ നീ പോരാമോ, എന്നോടൊത്ത് നീ പാടാമോ, പാടത്തെ പൂനുള്ളാൻ മാറത്തെ ചൂടേൽക്കാൻ കുഞ്ഞിക്കിളിയേ കൂടെവിടെ, കുഞ്ഞോമനനിൻ കൂടെവിടെ. താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമോ? ഞാൻ യെസ്. ഞാൻ പാടാം ആ, സാറേ. പഠിക്കും. കുഞ്ഞിക്കിളിയേ കൂടെവിടെ, കുഞ്ഞോമനനിൻ കൂടെവിടെ, എൻ്റെ കൂട്ടിൽ നീ പോരാമോ, എന്നോടൊത്ത് നീ പാടാമോ, പാടത്തെ പൂനുള്ളാൻ മാറത്തെ ചൂടേൽക്കാൻ കുഞ്ഞിക്കിളിയേ കൂടെവിടെ, കുഞ്ഞോമനനിൻ കൂടെവിടെ, ആനക്കെടുപ്പതും പൊന്നും കൊണ്ടേ, ആവാടപ്പെട്ടിയുമേറ്റിക്കൊണ്ടേ, ആനക്കെടുപ്പതും പൊന്നും കൊണ്ടേ, ആവാടപ്പെട്ടിയുമേറ്റിക്കൊണ്ടേ, ആരോമൽ നിൻ സ്വപ്നങ്ങളിൽ ആശയോടെ വന്നവൾ ഞാൻ, പാദസരമണിഞ്ഞ കിനാവേ പോരൂ നീ, കുഞ്ഞിക്കിളിയേ കൂടെവിടെ, കുഞ്ഞോമനനിൻ കൂടെവിടെ. താങ്ക് യു സാർ. ഓക്കെ, ആർക്കെങ്കിലും പാടാൻ പാടാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിൽ പോകാം. മനോജ് സാറേ, പാടുന്നോ? ഇല്ല സാറേ, അടുത്ത പാട്ടിലേക്ക് പറ്റിയ പാട്ടുകൾ കിലുക്കത്തിലെ മനോഹരമായ പാട്ടാണ് കിലുകിൽ കൊമ്പരം. യെസ്, അതിന്റെ രണ്ടുപേര് ഞാൻ ആദ്യത്തെ പല്ലവി പാടാം. പാടും. എൻ്റെ പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നുകൂടിയാണ് SP വെങ്കടേഷിന്റെ കിലുകിൽ പമ്പരം
തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവോ കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവോ ചാഞ്ചകം ചാഞ്ചകം. അതാണ് എൻ്റെ പല്ലവി. ബാക്കി സാബു സാർ ഇതിൻ്റെ പാടാം. പനിനീർ ചന്ദ്രികേ ഇനി ഈ പൂങ്കവിൽ കുളിരിൽ മെല്ലെ നീ തഴുകുവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം. മേടമഞ്ഞും ഓടുമീ കുന്നും പൊയ്കയും പാൽനിലാവിൽ ശയ്യയിൽ മയങ്ങും വേളയിൽ താളം പോയ നിന്നിൽ മേവും നോവുമായി താനേ വീണുറങ്ങും തെന്നൽ കന്യകേ താരകങ്ങൾ തുന്നുമീ രാവിൻ മേനാവിൽ ചാഞ്ചക്കം ചാഞ്ചക്കം. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം. ഓക്കെ, ഇനി ആരാ പാടും? മഹാരാജ് സാർ പാടും. എല്ലാവരും പാടണം കേട്ടോ, ഒരു 4 വരി. ഇത് ഒരു ട്രിബ്യൂട്ടാണ് SP വെങ്കടേഷ്. യെസ്, രാജു സാർ അത് പാടും. കിരുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവോ കിരുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം. പനിനീർ ചന്ദ്രികേ ഇനി പൂങ്കവിൽ കുളിരിൽ മെല്ലെ നീ തഴുകുവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം. കിരുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം. ഓക്കെ, ഞാൻ കുറേ ദിവസമായിട്ട് കയറുന്നില്ലായിരുന്നു, കാരണം രാവൺ കൺവെൻഷനൊക്കെ ആയിരുന്നുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ? വേറെ ആരെങ്കിലും? എല്ലാവർക്കും 2 വരി 4 വരിയൊക്കെ പാടാം കേട്ടോ. രമാവതി മാം പഠിക്കും സാറേ, ഞാനൊന്ന് മൂടിയൊക്കെ. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവേ ചാഞ്ചക്കം ചാഞ്ചക്കം. പനിനീർ ചന്ദ്രികേ ഇനി പൂങ്കവിൽ കുളിരിൽ മെല്ലെ നീ തഴുകുവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം. മേടമഞ്ഞും മൂടുമീ കുന്നും പൊയ്കയും പാൽനിലാവിൻ ശയ്യയിൽ മയങ്ങും വേളയിൽ താളം പോയ നിന്നിൽ മേയും നോവുമായി താനേ വീണുറങ്ങോ തെന്നൽ കന്യകേ
താരകങ്ങൾ തുന്നുമീ രാവിൻ മേനാവിൽ ചാഞ്ചക്കം ചാഞ്ചക്കം കിലുകിൽ പമ്പരം തിരിയം മാനസം അറിയാതമ്പിളി മയങ്ങു വാവോ ചാഞ്ചക്കം ചാഞ്ചക്കം. താങ്ക് യു സാർ. സാർ ഞാൻ പാടാം. പാട്ടെ. പഠിക്കൂ. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങൂ വാവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം പനിനീർ ചന്ദ്രികേ ഇനി പൂങ്കവിൽ കുളിരിൽ മെല്ലെ നീ തഴുകൂ വാവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം ഇലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങൂ വാവാവോ. താങ്ക് യു സാർ. സ്നേഹലതമ്മ. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം പനിനീർ ചന്ദ്രികേ ഇനി പൂങ്കവൾ കുളിരിൽ മെല്ലെ നീ തഴുകുവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം മേടമഞ്ഞും മൂടുമീ പൊന്നും പൊയ്കയും പാൽനിലാവിൻ ശൈലിയിൽ മയങ്ങും വേളയിൽ താളം പോയ നിന്നിൽ വേയും ഓമായി താനേ വീണുറങ്ങി തെന്നൽ കന്യകേ താരകങ്ങൾ തുന്നിനെ രാവിൻ മേലാവിൽ ചാഞ്ചക്കം ചാഞ്ചക്കം കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഇനി ആരാ? ജോർജ് സാർ, റോയ് സാർ, ആരെങ്കിലും ഒക്കെ? രമാദേവി പഠിക്കും. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങൂ വാവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം പനിനീർ ചന്ദ്രികേ ഇനി പൂങ്കവൾ കുളിരിൽ മെല്ലെ നീ തഴുകുവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം. താങ്ക് യു സർ. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും പാടാനുണ്ടോ? ആരെങ്കിലും? ജോയ്സ് സാറോ ജോർജ് സാറോ ആരെങ്കിലും? രണ്ടുപേരി, നാലുപേരി? ജോർജ് സാർ. താങ്ക് യു സർ. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങൂ വാവാവോ ചാഞ്ചക്കം ചാഞ്ചക്കം പനിനീർ ചന്ദ്രികേ ഇനി പൂങ്കവിൾ കുളിരിൽ മെല്ലെ നീ തഴുകൂ വാവാവോ
ചാഞ്ചക്കം ചാഞ്ചക്കം. താങ്ക് യു സർ. ഓക്കെ, ഹരി. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി നീ മയങ്ങുവാവോ. ചാഞ്ചക്കം ചാഞ്ചക്കം പനിനീർ ചന്ദ്രികേ ഇനി പൂങ്കവിൽ കളരിൽ മെല്ലെ നീ തഴുകുവാവോ. ചാഞ്ചക്കം ചാഞ്ചക്കം മേടമഞ്ഞും മൂടിനി കുന്നും പൊയ്കയും പാൽ നിലാവിൻ ചയ്യയിൽ മയങ്ങും വേളയിൽ താളം പോയ നിന്നിൽ മേയും നോവുമായി താനെ വീണുറങ്ങും തെന്നൽ കന്യകേ താരകങ്ങൾ തുന്നുമി രാവിൻ മേനാവിൽ. ചാഞ്ചക്കം ചാഞ്ചക്കം. താങ്ക് യു സർ. ആരെങ്കിലും അതുപോലെ തന്നെ സബു സാറേ, ഈ കിലുക്കം എന്ന് പറഞ്ഞ സിനിമയും അതേപോലെ വളരെ എന്താണ് ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. അതിനകത്ത് എല്ലാ എലമെന്റും പ്രിയദർശൻ എഴുതിയ കഥയിലൂടെ ഈ സിനിമയ്ക്ക് അതില്ലാത്ത എലമെന്റ്സ് ഒന്നുമില്ല. അത്ര നല്ലൊരു സിനിമയായിരുന്നു അല്ലേ ഇത്? മോഹൻലാലും എല്ലാവരും കൂടെ ചേർന്ന് രേവതി. സാറേ പറയാനുള്ള ഈ സിനിമയാണ് ആദ്യമായിട്ട് ഒരു കോടി രൂപ കളക്ട് ചെയ്യുന്നത്. കോടികളുടെ കിലുക്കം എന്നാണ് പിന്നീട് പറയുന്നത്. കോടികളുടെ കിലുക്കം എന്നാണ് ശരിയാണ്. ആദ്യമായിട്ട് 1 കോടി രൂപ കളക്ട് ചെയ്യുന്നത് ഈ സിനിമയാണ്. തീർച്ചയായിട്ടും രാജേശ്വര, നമ്മൾ അങ്ങനെ ആ ഒരു ട്രെൻഡിലുള്ള ഒരു സിനിമകൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ വന്നിട്ട് വലിയൊരു ട്രെൻഡ് ചേഞ്ചിങ് സിനിമയായിരുന്നു. അതിനകത്ത് കഥയുടെ എന്ന് പറഞ്ഞാൽ തമാശയെ ഉള്ളായിരുന്നു അതിനകത്ത്. ജഗതി ശ്രീമാറും ഒക്കെ ചേർന്നുള്ള. പിന്നെ കഥയങ്ങ് മാറി അത്ര സീരിയസ് ആയിട്ടുള്ള കഥയുടെ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കഥയുമായിരുന്നു. തിരക്കഥയും സംവിധാനവും ഒക്കെ ആണെങ്കിലും കിലുക്കന്മാരി ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ സ്റ്റാൻഡേർഡ് ഇന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ മറികടക്കാൻ പോലും പിന്നീട് കാലത്ത് ഒരു സിനിമ വന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. കിലുക്കത്തെ കുറിച്ച് എനിക്കൊരു ഓർമ്മയുണ്ട് സാർ. ഞാൻ BSNL ജോലിക്ക് വേണ്ടി ആദ്യം ട്രിവാൻഡ്രത്ത് 1 വർഷം ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിന് പോകുന്ന സമയത്താണ് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഫാദറും മദറും എൻ്റെ ബ്രദറും സിസ്റ്ററും എല്ലാം കൂടെ വന്ന് ഈ സിനിമ കാണുക. എൻ്റെ ഫാദർക്ക് പൊട്ടിച്ചിരിക്കുന്നത് ഞാനന്ന് ആദ്യമായിട്ട് കാണുന്നത്. ഈ ചിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം. കാരണം അതിൻ്റെ അകത്ത് അവസാനമൊക്കെ ആകുമ്പോൾ ഒരു സ്വല്പം സങ്കടമൊക്കെ വരുന്ന എങ്കിൽ പോലും ഫുൾ ചിരിക്കുക എന്ന് വെച്ചാൽ ഇത്രയ്ക്കും ചിരിക്കുന്ന ആളുകളാണ് നമ്മുടെ കൂടെ നമ്മൾ ആദ്യമായിട്ട് അതൊക്കെ അറിയുന്നത്. അത്രയ്ക്കും മനസ്സിൽ സ്പർശിച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിൽ പറയാം കേട്ടോ. ആ പടമൊക്കെ കുറിച്ചൊക്കെ പറയാത്ത ആൾക്കാരില്ല, കേൾക്കാത്ത ആൾക്കാരില്ല അല്ലേ? അതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നില്ലേ സാറേ? ഈ വീട്ടിലെ എല്ലാവരും കൂടെ സിനിമയ്ക്ക് പോയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള നല്ല സിനിമകളൊക്കെ കാണുന്നതൊക്കെ വേറൊരു പ്രത്യേകതയുള്ള ഒരു അനുഭവം കൂടിയാണ്. പൊട്ടിച്ചിരിക്കുന്ന സീനുകളാണ് അതൊക്കെ. പൊട്ടിച്ചെന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ ഇല്ല, ചിരിക്കും. ഇന്നസെന്റും നമ്മുടെ തിലകനും അതെ കൂടെയുള്ള ഡയലോഗ്സ് അതെ അതെ അത് ഏത് സീനാ മോശം, എല്ലാം ഒന്നിനൊന്നും. അത്രയ്ക്കും എന്റർടൈനർ ആയിട്ടുള്ളൊരു ഫിലിമിന്റെ പട്ടികയിൽ വേറെ വരും എന്ന് പറയാൻ പറ്റത്തില്ല. പ്രിയദർശന്റെ അല്ലായിരുന്നു, പ്രിയദർശന്റെ ആയിരുന്നു അതെ പ്രിയദർശന്റെ സാർ. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ഒരു പുതുമയുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എത്ര പ്രാവശ്യം കണ്ടു കഴിഞ്ഞാലും നമുക്കത് അത്രയ്ക്കും ഒറിജിനാലിറ്റിയാണ്. മറ്റേ രേവതി എല്ലാം തല്ലി പൊട്ടിച്ചിട്ട് അതെ രാജീവ് ബൊമാലിയിലെ പ്രധാനമന്ത്രിയാന്നൊക്കെ പറയുന്നതൊക്കെ. അതെ അതെ ഇന്നസെന്റിന് ലോട്ടറി അടിക്കുന്നതൊക്കെ സീനൊക്കെ ഭയങ്കര കോമഡിയാണ് അല്ലേ? ഭയങ്കര സീനുകളാണ്. തിലകൻ മറ്റേ വലിയ പാത്രമൊക്കെ എടുത്തുകൊണ്ട് കുളിക്കാൻ പോകുന്നു. അതെല്ലാം പൊട്ടിച്ചിട്ട് ഞാനൊന്നും ചെയ്തില്ല എന്നല്ലേ പറയുന്നത്. അതെ അതെ അപ്പൊ സിനിമയുടെ നല്ല എലമെന്റുകളെല്ലാം കൂടെ ചേർന്ന ഇതുപോലുള്ള ഈ സിനിമകൾ പാട്ടുകൾക്ക് ഭയങ്കര ഇഫക്റ്റാ. ഈ പാട്ടുകൾക്കൊക്കെ സാറെ പറഞ്ഞ പോലെ പശ്ചാത്തല സംഗീതവും അതിന്റെ ട്യൂണും ഒക്കെ, ആ ട്യൂണിലാണ് എല്ലാം കിടക്കുന്നത് അല്ലേ? ട്യൂൺ അതെ 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 നമ്മളങ്ങ് മയങ്ങി പോകുന്ന ഒരു ട്യൂണാണ്. അതെ എല്ലാ പാട്ടുകളും
ആ പ്രിയദർശൻ അങ്ങനെ പ്രിയദർശൻ്റെ സിനിമയിലെ പാട്ടുകൾ കാണാൻ ഭയങ്കരമായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പാട്ട് സീൻ തന്നെ കാണാൻ ഭയങ്കര പ്രത്യേകത. അദ്ദേഹം അതിനു വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുന്ന ഒരു സംവിധായകരിൽ ഒരാളും കൂടിയാണ്. പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അതിനേക്കാളും ഭംഗിയാ. അതെ ക്യാമറ ഊട്ടിയിൽ അതെ, ഊട്ടിയിലായിരുന്നു പിക്ചറൈസേഷൻ മുഴുവൻ. അതെ അതെ അതെ. ഓക്കെ, അപ്പം നല്ല സിനിമ. അപ്പം എല്ലാവരുടെയും എന്താണ്, ഇനി ആരെങ്കിലും പാടാനെ പാടിക്കോ കേട്ടോ, ഇതൊരു വലിയ ചാൻസ് ആണ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. കനകനിലാവേ, ഇതും മനോഹരമായ മറ്റൊരു സിനിമയാണ്, കൗരവർ. കനകനിലാവേ തുയിലുണരൂ തരള വസന്തം വരവായി. അതിൻ്റെ ഇടയ്ക്ക് സ്വരങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ഈ പാട്ട് തുടങ്ങുന്നത് തന്നെ ഈ സ്വരത്തിൽ കൂടിയാണ്. അപ്പം അത് പാപ്പ അത് ഭയങ്കര പാടാ സാറേ അത് പാടാനായിട്ട്. അതിങ്ങനെ പാടും, പാപ്പ മമ ആ പാപ്പ മഗമ പാപ്പ മഗമ ഗമ പാപ്പ സനി പമ സനി ഗ. അതെ. ആദ്യം അന്നൊക്കെ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് പാടി പിടിക്കുമായിരുന്നു. നമ്മൾ അതെ. ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ മലയോല പൂഞ്ചോലയിൽ തളിരാമ്പൽ കൂടം തോർന്നുലഞ്ഞു പോയി കളിമൺ വീണയിൽ. എന്തോ എങ്ങനെ ഭയങ്കര ഇത് നല്ല, ഇത് പാടാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്. നല്ല പാട്ട് കൂടിയാണ്. പക്ഷെ നമ്മളത് ഈണത്തിൽ അതിൻ്റെ അകത്ത് അങ്ങ് അവര് ചേർന്ന് പോവും. നമുക്ക് പാടാൻ പറ്റിയില്ലേ അതെ പോലും ആ വാക്കുകളെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കും. കുറെ ആളായിട്ട് പാടാത്തതുകൊണ്ടാവും. ഇത് നല്ല ആരൊക്കെയാണ് പാടാവോ? സിനിമ. പ്രധാനപ്പെട്ട പാട്ടുകാരൊക്കെ പോയി. രമാവതി മാഡമൊക്കെ നന്നായിട്ട് പാടും ഈ പാട്ട്. പഠിക്കുള്ളൂ. ഇതറിയില്ല സാറേ ശരിക്കും. കനകനിലാവേ തൊഴിലുണരൂ തരള വസന്തം വരവായി പാപ്പ മഗ മഗമ പാപ്പ എനിക്കറിയില്ല സാറേ, ഞാൻ പഠിച്ചില്ല. ഓക്കെ, അത് ബിനമാമോ ശീലമോ ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പാടിയാണ്, കുഴപ്പമില്ല. ഓക്കെ, അതെ ഇതും ഏറ്റവും പ്രത്യേകതയുള്ള ഒരു പാട്ടാണ് SP വെങ്കടേഷിനെ സംബന്ധിച്ചോളം. പാടാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി തങ്ങി നിൽക്കും. ഓക്കെ, ഒരു പാട്ട് കൂടെ നമുക്ക് നോക്കാം. വാൽക്കൺ എഴുതിയ പൈതൃകം എന്ന് പറയുന്ന സിനിമയിലെ വാൽക്കൺ കണ്ണെഴുതിയ മകരനിലാവിൻ മാമ്പൂ മണമൊഴുകി ആതിരവിരിയും തളിരൂഞ്ഞാലായി തുളസി കതിരാടി വാർമുടിയുലയുകയാ നോബുറവുണരുകയാ മംഗലപാലയിൽ ഗന്ധർവനണയായി താരാമഞ്ഞിനെ നിലവും ആനന്ദ ഭൈരവിയിൽ. ഓക്കെ, ആർക്കെങ്കിലും ഒന്ന് പാടാമെങ്കിൽ പാടും. നമുക്കതോടുകൂടി അവസാനിപ്പിക്കുകയെന്ന്. അതുപോലെ തന്നെ ഇതുണ്ടല്ലോ സാറേ, മറ്റേ പാൽനിലാവിനും ഒരു നമ്പരം. അതൊരു അത് ഏത് സിനിമയിലായിരുന്നു? മറ്റേ ജഗതിയും മറ്റേ ആ കുട്ടീനെ കാണാതാവുന്നതാ. അതെ അതെ, ഒരു ഹിറ്റ് സിനിമ. അവസാനം അവർ രണ്ടുപേരും ഒറ്റയ്ക്കായി പോകും. അതെ അതെ അതെ, ഇത് 4 വരി പാടാം. ബ്യൂഗിൾ അല്ലെ, ബ്യൂഗിളിന്റെ കഥ. അതെ അതെ. ഓക്കെ, അപ്പോൾ ഇത് 4 വരി പാടുവാണെങ്കിൽ പഠിക്കും. വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി ആതിരവിരിയും തളിരൂഞ്ഞാലായി തുളസി കതിരാടി വാർമുടിയുലയുകയായി നൂപുരമണയുകയായി മംഗലപാലയിൽ ഗന്ധർവനണയുകയായി. അറിയായി സാർ, ഇതൊന്നും പാടാതെ സോറി. ജോഷ് സാർ രണ്ടുപേരി. ജോഷ് സാർ, കുഞ്ഞോയ് മാസ്റ്റർ, ദീപ മാം.
ആർക്കെങ്കിലും ഒരു 2 വരി? റോയ് സാറും പാടില്ല. രണ്ടുപേരും പാടാം സർ. 2 വരി മതി. ഓക്കെ. വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി വിരിയും തളിരൂഞ്ഞാലായി തുളസി കതിരാടി വാർമുടിയുലയുകയാ നൂപുരമണയുകയാ മംഗലപ്പാലയിൽ ഗന്ധർവനണയുകയാ വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി ആതിരവിരിയും തളിരൂഞ്ഞാല തുളസി കതിരാടി. താങ്ക് യു സർ. ഓക്കെ. ദീപ മാം. വാൽക്കണ്ണെഴുതിയ മകരനിലാവിൻ മാമ്പൂ മണമൊഴുകി ആതിരവിരയും തളിരൂഞ്ഞാലായി തുളസി കതിരാടി വാർമുടിയുലയുകയായി നൂപുരമുണരുകയായി വാൽക്കണ്ണെഴുതിയ മകരനിലാവിൻ മാമ്പൂ മണമൊഴുകി ആതിരവിരിയും തളിരൂഞ്ഞാലായി തുളസി കതിരാടി വാർമുടിയുലയുകയായി നൂപുരമുണരുകയായി. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ജോർജ് സാർ. വാൽക്കണ്ണെഴുതിയ മകരനിലാവിൻ മാമ്പൂ മണമൊഴുകി ആതിരവിരിയും തളിരൂഞ്ഞാലായി തുളസി കതിരാടി വാർമുടിയുലയുകയായി നൂപുരമുണരുകയായി വാൽക്കണ്ണെഴുതിയ മകരനിലാവിൻ സോറി പാടിയും വാൽക്കണ്ണെഴുതിയ മകരനിലാവിൻ മാമ്പൂ മണമൊഴുകി ആതിരവിരിയും തളിരൂഞ്ഞാലായി തുളസി കതിരാടി വാർമുടിയുലയുകയായി നൂപുരമുണരുകയായി. താങ്ക് യു സർ. ഓക്കെ. വേറെ 2 വരി നമുക്ക്? സാറേ, ആ പാൽനിലാവിനും പാടട്ടെ സാറേ? പാൽനിലാവിൽ പാടിക്കും. പാൽനിലാവിനും ഒരു നൊമ്പരം പാതിരാക്കിളി എന്തിനീ മൗനം സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. മണ്ണിനു മരങ്ങൾ ഭാരം, മരത്തിൻ ചില്ലകൾ ഭാരം, ചില്ലയിൽ കൂടൊരു ഭാരം, കൂടൊഴിഞ്ഞ പക്ഷികൾ, പക്ഷിക്കു ചിറകു ഭാരം, ചിറകിലു തൂവലു ഭാരം, തൂവലോ കാറ്റിനു ഭാരം, കാറ്റിലാടും കോലങ്ങൾ. പാൽനിലാവിനും ഒരു നൊമ്പരം മാനം നീളെ താരങ്ങൾ ചിമ്മി ചിമ്മി കത്തുമ്പോൾ ഇരുട്ടിലെ തെമ്മാടിക്കൂട്ടിൽ തുടിക്കുമി തപ്പും താളങ്ങൾ. മണ്ണിനു മരങ്ങൾ ഭാരം, മരത്തിൻ ചില്ലകൾ ഭാരം, ചില്ലയിൽ കൂടൊരു ഭാരം, കൂടൊഴിഞ്ഞ പക്ഷികൾ, പക്ഷിക്കു ചിറകു ഭാരം, ചിറകിൽ തൂവലു ഭാരം, തൂവലോ കാറ്റിനു ഭാരം, കാറ്റിലാടും കോലങ്ങൾ. പാൽനിലാവിനും ഒരു നൊമ്പരം പാതിരാക്കിളി എന്തിനീ മൗനം സാഗരം മനസ്സിലുണ്ടെങ്കിലും
കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. വിണ്ണിൻ കണ്ണിൽ മേഘങ്ങൾ, മണ്ണിൽ തണ്ണീർ ദാഹങ്ങൾ, ഒരിക്കലും പെയ്യാമോഹങ്ങൾ, നനക്കുമോ നെഞ്ചിൽ തീരങ്ങൾ. പാൽനിലാവിനും ഒരു നൊമ്പരം, പാതിരാക്കിളി എന്തിനീ മൗനം. സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. ആഹാ ഓ താങ്ക് യു സാർ. കാബുളിവാലയിലാണ് കാബുളിവാല സാറും പറയും. കാബുളിവാലയിലെ ഇത് ബിച്ചു തിരുമല എഴുതിയ പാട്ടാണ് ഇത്. ഒരു വരികള് അല്ലെ, കേട്ടാൽ തന്നെ അറിയാം, ചാടിക്കളിക്കുന്ന വരികൾ ആണ് ഈ പാട്ടിലുള്ളത്. അദ്ദേഹം അത് തന്നെ സാർ, ഈ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഒരു സിനിമയിൽ 2-3 ഒക്കെ പാട്ടുകൾ അദ്ദേഹം എഴുതാറുണ്ട് അല്ലേ? ആ സാധാരണ ഒരു പാട്ടൊക്കെ ആകാണ്, ഇത് 2-3 പാട്ടുകളൊക്കെ മിക്കവാറും എല്ലാ സിനിമകളിലും 2-3 പാട്ടുകളുണ്ട്. യെസ്. ഓക്കെ, അപ്പൊ അപ്പൊ അദ്ദേഹം അങ്ങനെ, തീർച്ചയായിട്ടും അതെ. ഇപ്പം SP വെങ്കടേഷിനെ പോലുള്ള ഒരു ആളെ നമ്മൾ ആദരിക്കാൻ, അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നമുക്കൊരു സ്മരണ നിലനിർത്താൻ കഴിഞ്ഞത് വളരെ. അദ്ദേഹത്തെക്കുറിച്ച് ഈ എഴുതി ഞാൻ ആ വോയിസ് ഓവർ എടുക്കാൻ വേണ്ടി എഴുതിയപ്പോൾ അതൊക്കെ എനിക്ക് താനെ കിട്ടിയ വരികളാണ്. അപ്പോൾ അതൊക്കെ ഒരു എഴുതാൻ കഴിഞ്ഞതും ഭാഗ്യമാണ്. അങ്ങനെ കുറേ പാട്ടുകളും കൂടെ ഒക്കെ പോവുകയൊക്കെ ചെയ്തത്. ഏതായാലും ഇന്നത്തെ ദിവസം SP വെങ്കടേഷിൻ്റെ ഓർമ്മകളിലൂടെ നമ്മൾ പോയി. എല്ലാവർക്കും സാറത് അടുത്ത തയ്യാറാക്കിയത് ചൊവ്വാഴ്ച നമുക്ക് നന്നായിട്ടുണ്ട്. സാറും മിസ്സിസ് തയ്യാറാക്കിയത് എന്ത് രസാന്നറിയാം കേൾക്കാൻ വേണ്ടി. സാറിന്റെ ഒരു വീഡിയോ കൂടെ അതിൻ്റെ അകത്ത് സാർ സാർ പറയുന്നതായിട്ടും കൂടെ അതിൻ്റെ അകത്ത് ഒരു ചെറിയ അതെ, ചെറിയ ഒരു വീഡിയോ, ആ വീഡിയോ Yes, അതാണ്. സംസാരിക്കുന്നതായിട്ട് ഇതൊക്കെ അപ്പൊ നമ്മള് ഞാൻ എൻ്റെ ഇവിടെ വീട്ടിൽ നിന്ന് സോഫ്റ്റ്വെയർ കൂടെ റെക്കോർഡ് ചെയ്യുമ്പോഴേ പിന്നെ ആ ഒരു വോയിസ് സെപ്പറേറ്റ് എടുക്കുന്നതാണല്ലോ. അങ്ങനെ ചെയ്യാം, നമ്മൾ വീഡിയോ ആക്കി വെച്ചാൽ നമ്മൾ ഈ ഇത് സാറിന് പറയുന്ന അങ്ങനെ സംവിധാനം ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. അല്ല, അതുകൊണ്ടല്ല നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ അതെ. ചെറിയ പിക്ചർ, ചെറിയൊരു ഇച്ചിരി ആദ്യം ഇടാം. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ പിന്നെ ആ വോയിസ് ഓവറിൻ്റെ കൂടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചർ ഞാൻ ഇടാറുണ്ട്. എൻ്റെ പിക്ചർ ആയിരിക്കില്ല എന്നുള്ളത്. അപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫുള്ളൊരു പിക്ചർ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അത് അന്നേരം പിന്നെ അത് ആ എഡിറ്റ് സ്ക്രീനിന്റെ ഒരു മൂലയിൽ നമ്മൾ സംസാരിക്കുന്നതായിട്ടും കൂടെ വരുമ്പോഴേ നമുക്ക് എന്തായാലും അതെ നമ്മളൊരു അതെ വർക്ക് ചെയ്യുമല്ലേ. അതെ അതെ. അല്ല, അത് ഈ വോയിസ് ഓവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടീസാണ്. നമ്മൾ സ്വന്തമായിട്ട് എഴുതി ബ്രെയിനിന് നല്ല ആക്ടിവിറ്റി ആണെന്ന് പറയാം. പുതിയ പുതിയ എന്താണ് കഴിഞ്ഞ ദിവസം പക്ഷേ ഓമനക്ക് നമ്മളൊരു 10 പ്രാവശ്യം ചെയ്താലേ ശരിയാകത്തുള്ളൂ. അതെ അതെ, അങ്ങനെയുണ്ട്. അല്ല, അല്ല സാറേ, ഞാൻ കുറച്ച് പ്രാക്ടീസ് ആയിക്കോളും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രാക്ടീസ്. ധൈര്യമാവും. ഇത് എന്നാ പ്രശ്നം വെച്ചാൽ ഇപ്പം ഞാനൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്ലാസ്സിന് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ചെയ്താലും നമുക്ക് തൃപ്തിയാകത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും തൃപ്തിയാകും തന്നെ എങ്ങനെയെങ്കിലും ഇത് ചെയ്താൽ. അതെ അതെ. ഞാൻ ഈയിടെ നടന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരു ഫുള്ള് ഞാനാണ് എൻ്റെ വോയിസ് ഓവർ എഴുതി തയ്യാറാക്കി റെക്കോർഡ് ചെയ്തൊക്കെ ചെയ്ത് കൊടുത്തു ഒരു പ്രോഗ്രാമിൻ്റെ. അങ്ങനെ ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, അവരുടെ പ്രോഗ്രാം അങ്ങനെ ചെയ്യാറുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓമന ടീച്ചറുടെ ആ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോഴും സ്വന്തമായിട്ട് എഴുതുമ്പോഴുമാണ് നമ്മുടെ പുതിയ പുതിയ ന്യൂറൽ പാത്ത് വൈസ് ഉണ്ടാവുന്നത്. അത് ബ്രെയിനിന് ഏറ്റവും വലിയൊരു ഇഷ്ടമുള്ള കാര്യമാണ്. വായന തന്നെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അത് മറ്റേത് ആക്ടിവിറ്റിയേക്കാളും വായനയ്ക്കാണ് നമ്മുടെ ബ്രെയിനിന് ഇഷ്ടമുള്ള കാര്യം. അതുപോലെ പെട്ടെന്ന് ഈ സ്ട്രൈക്ക് സ്വന്തമായിട്ട് ചെയ്യും, പെട്ടെന്ന് സ്ട്രൈക്ക് അങ്ങ് ചെയ്യും. സ്ട്രൈക്ക് അതെ അതെ. നമ്മുടെ ഓർമ്മ നിലനിൽക്കുകയും ചെയ്യും. ഈ പല അസുഖങ്ങളും ഓർമ്മയായിട്ട് റിലേറ്റഡ് ആയ പല അസുഖങ്ങളും മാറ്റാനായിട്ടുള്ള ഏക വഴിയാണ് എഴുത്തും വായനയും എന്നാണ് ഉള്ളത്. അപ്പം എഴുതുമ്പോൾ നമുക്ക് അതൊരു ഫീലും വരും. നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മൾ അതുകൊണ്ട് ഈ പാട്ട് ഇപ്പോൾ വായന നമ്മുടെ ഒരു ഈ വല്ല പരിപാടികൾക്ക് വായന നമ്മുടെ നല്ലൊരു മരുന്നാണ് സാറേ. അല്ല, നമ്മുടെ ഈ പരിപാടികൾക്ക് അറ്റ്ലീസ്റ്റ് ആ പാട്ടുകളൊന്ന് കേട്ടിട്ട് നമ്മൾ പാടിക്കഴിഞ്ഞാൽ വെച്ചോടെ നല്ലോണം പാടാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എഴുതി കഴിഞ്ഞാൽ ബെസ്റ്റ്, ലിറിക്സ് അറിയാമെങ്കിൽ സുഖമായിട്ട് ഇത് പാടാം. സാറേ ഇന്നത്തെ ഈ പാട്ടിൻ്റെത് എനിക്ക് ചില പാട്ടൊന്നും കുറേ കാലമായിട്ട് ഞാൻ പാടാത്തതാണ്. പക്ഷെ ഞാനിങ്ങനെ ഒന്ന് ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ എടുത്തതാണ്. ഇതിപ്പോ ഞാൻ കുമാരേട്ടന്റെ ഫോൺ നോക്കിയിട്ട് പാടിയതാണ്. അല്ല, അതൊരു 2 പ്രാവശ്യം കേട്ടിട്ട് പാടുവാണെങ്കിൽ നമുക്ക് പാടാൻ പറ്റും. കാരണം ഇതെല്ലാം ഹിറ്റ് അല്ല, പാട്ടുകളാണ്. ഈ പാട്ട് ഞാൻ മുമ്പ് പാടുമായിരുന്നു വെറുതെ തമാശക്ക് പിള്ളേരൊന്നിച്ച്. അപ്പൊ അല്ല, എല്ലാവരും സാബു കൂടെ സാർ ശ്രമിക്കുക. പറഞ്ഞാണ്. അടുത്ത ചൊവ്വാഴ്ച നമുക്ക് ONV കുറുപ്പിന്റെ ഓർമ്മകളായിരിക്കും കേട്ടോ. ONV കുറുപ്പ് ഇത്തവണ അതെ നമ്മളൊന്ന് അതെ അതെ അതെ. തിരിച്ചതാ. ലീവ മാഡം പറഞ്ഞത് നന്നായി. ഒരു ഓർമ്മക്കുറിപ്പും കൂടായി അതെ അതെ. സാറിന്റെ പാട്ട്.
അത് പിന്നെ അല്ല നമ്മൾ വേറൊരു ഇദ്ദേഹം മരിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്തത്. പിന്നെ ഈ കഴിഞ്ഞ മാസം ആഴ്ച തന്നെ ചെയ്യാൻ പറ്റിയല്ല, ഈ മാസം തന്നെ ഫെബ്രുവരിയിൽ തന്നെ ചെയ്യാൻ പറ്റിയല്ല. ആ അല്ല കഴിഞ്ഞ അതാ ആഴ്ച നമ്മൾ ഈ ഡേറ്റ് ഒന്ന് മാറ്റിയത് കൊണ്ടേ അതെല്ലാം കഴിഞ്ഞ ആഴ്ച ആകെ ഒരു ഇതായിപ്പോയി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തിരുന്നു, കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു അത്. അതെനിക്ക് തോന്നുന്നില്ല ആരും, ഞങ്ങൾ 2-3 പേരുണ്ട്, ഞാനും ജോർജ് സാറും ഒക്കെ ഉണ്ടായിരുന്നു. അതെ അതെ ഇതന്നെ അതെ സാറേ ഞായറിൽ നിന്ന് മാറ്റിയോ? ഞായറാഴ്ച PCTA ഭാഗമായിട്ട് അവർക്ക് ആ ക്ലാസ് ഈവനിങ് നടന്ന ക്ലാസ് വൈകുന്നേരം ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ചേഞ്ച് ചെയ്തത്. ഉം. ഞായറാഴ്ച ഇതപ്പം ആണെങ്കിൽ നമുക്ക് എന്ത് വേണേലും എങ്ങോട്ട് വേണേലൊക്കെ മൂവ് ചെയ്ത് ചെയ്യാമായിരുന്നു. ഒന്ന് വിചാരിച്ചാൽ ഞാൻ ഞായറാഴ്ച ഇട്ടത്, എല്ലാവരും റിലാക്സ്ഡ് ആണല്ലോ എന്ന് വിചാരിച്ചു. അത് എന്ന് വരെ ഉണ്ടപ്പാ അതിന്റെ ക്ലാസ്? അത് പറയാൻ പറ്റില്ല സാർ, അതൊരു ഒരു ഇതല്ലേ, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അത് നമുക്ക് ചൊവ്വാഴ്ച ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കഥകൾ വരുന്ന ദിവസം നമുക്ക് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ കഥ വേറൊരു ദിവസത്തേക്ക് ആക്കാം. ആരെങ്കിലും കഥകൾ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കഥ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും ഇല്ലെങ്കിലും നമുക്ക് മാറി മാറി ചെയ്യാം. ഇപ്പൊ സൺഡേ അത് അവർക്ക് സ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം സൺഡേ നല്ല ക്ലാസ് ആയിരുന്നു, ഇന്നലെ നല്ല ക്ലാസ് ആയിരുന്നു, ഒരു അടിപൊളി ക്ലാസ് ആയിരുന്നു. ഇന്നലത്തെ നല്ലതായിരുന്നു. അതെ. എനിക്ക് അങ്ങനെയുള്ള ക്ലാസ്സൊക്കെ വരുമ്പോൾ എന്തെങ്കിലും മറ്റു അസൗകര്യങ്ങൾ കാണും. നല്ല ഞാൻ എൻ്റെ നല്ല ഇടയ്ക്ക് നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു സാർ. അതെന്ന് വെച്ചാൽ നമുക്കതൊക്കെ ഡെയിലി ലൈഫിൽ വളരെ അത്യാവശ്യമുള്ള ക്ലാസ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ നമുക്കൊരു പുതിയ ഒരു ഇത് കിട്ടുകയും ചെയ്യും. അതൊക്കെ നല്ലത് ക്ലാസ്സുകളാണ്. പൊതുജനത്തിനും ഒരു സോഷ്യൽ അവയർനെസ് കൂടും. സൺഡേ അദ്ദേഹം ഒക്കെ ഒരു ആണെങ്കിൽ ഫിലിം ആൾക്കാരും ഡയറക്ടർ കൂടിയാണോ സാബു സാറേ? ആരെ ഫിലിമായിട്ട് ഇന്നലെ ക്ലാസ് എടുത്ത പുള്ളി രണ്ട് ഫിലിം ഡയറക്ട് ചെയ്ത ആളാണ് പുള്ളി. ഇങ്ങനെ ആ ഈ സോഷ്യൽ കോസ് ആണ്, എന്ന് വെച്ചാൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ആ അതെ അതെ, ഞാൻ കുറച്ച് കേൾക്കാം. അപ്പൊ എനിക്ക് അപ്പൊ പിന്നെ വേറൊരു എൻഗേജ്മെന്റ് ആയത് കാരണം എനിക്കത് ഫുള്ള് ആ ഇനിയിപ്പോ കേൾക്കണം. നല്ല ക്ലാസ് ആയിരുന്നു. അത് നല്ല ക്ലാസ്, നല്ല പുള്ളി. പക്ഷെ അങ്ങനെ ഒരു ഫിലിം ഡയറക്ടർ, പുള്ളിക്ക് തിയേറ്റർ ആർട്ടിസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടാൽ തന്നെ അറിയാലോ, ഒരു ആർട്ടിസ്റ്റിക് ആ ലുക്കാണ്. അതെ, പുള്ളിയുടെ അതെ പ്രത്യേക ഒരു രൂപഭാവം ഒക്കെയാണ് അത് തന്നെ. അതൊക്കെ തന്നെ ഒരു പ്രത്യേകതയുള്ളതാണ്. ഇനി നല്ല വിവരമുണ്ട് സാർ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പുള്ളി ഇൻട്രസ്റ്റിംഗ് പല ആണ്. ഫീൽഡിലാണ്, എഞ്ചിനീയറിങ്, മാനേജ്മെന്റ്, പറഞ്ഞ പോലെ തിയേറ്റർ ആർട്ടിസ്റ്റ്, സിനിമയിലൊക്കെ പോകുന്നുണ്ട്. കുറേ സിനിമകളിൽ പുള്ളി പങ്കെടുത്തിട്ടുണ്ട്. പുള്ളി അതിന്റെ മെയിൻ പാർട്ടായിട്ട് നിന്നിട്ടുണ്ട്. അഭിനയിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇഷ്ടം. സാറ് മനോജ് സാർ ആദ്യം പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് വർക്ക്, അതെ, സിനിമയുടെ ഡയറക്ഷൻ, പിന്നണി പ്രവർത്തിക്കുന്നവരൊക്കെയാണ്, അവരാണ് സിനിമയെ ആക്കുന്നത്. ശരിക്കും നമ്മൾ അറിയാത്ത എത്രയോ പേരുടെ ഇന്നലെ പറഞ്ഞ പോലെ സ്വല്പം എക്സെൻട്രിക് ആണെന്ന് പറഞ്ഞു. അതെ അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി സാബു സാറേ. താങ്ക് യു വെരി ശിവരാത്രി. മച്ച്. അപ്പൊ നാളെ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ONV കുറിപ്പായിട്ട് വരാം. ഓക്കെ, അടുത്ത ചൊവ്വാഴ്ച കേട്ടോ, എല്ലാവരും ഓർക്കണം, മറന്നുപോയി. സി യു. ഓക്കെ. Good night, sir. ഗുഡ് നൈറ്റ്. Good night.